നമസ്കാരം. നമ്മൾ തേവർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. പുത്തൻ ആശയങ്ങളുടെയും നിറഞ്ഞ സംവാദങ്ങളുടെയും വേദി തേവര സാഹിത്യോത്സവത്തിൻ്റെ 1-ാം പതിപ്പിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളും സംസ്കാരങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു യാത്രയാണ് ഈ സാഹിത്യോത്സവം. പ്രഗത്ഭരായ പ്രഭാഷകർ ഒത്തുകൂടുന്ന ഈ വേദിയിൽ പരിമിതികളില്ലാതെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും സ്വതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കുവാനും ഈ 2 ദിവസങ്ങൾ കാരണമാകട്ടെ. ഒപ്പം തന്നെ നമുക്കിത് വിമൻസ് ഡേ ആണ്. വിമൻസ് ഡേ അനുബന്ധിച്ച് തന്നെ നമുക്ക് വിമൻ സ്പീക്കേഴ്സ് ആണ് നമ്മുടെ സ്റ്റേജസിൽ ഉണ്ടാവുക. സോ ഐ ഹോപ്പ് യു ഹാവ് വണ്ടർഫുൾ സെഷൻ. നമ്മുടെ സെഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേർണലിസം ഹെഡായ സുജിത് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. CK ജാനു, ചെക്കോട്ടുകരിയൻ ജാനു, വയനാട്ടിലെ മാനന്തവാടിക്കടുത്ത തൃശ്ശിലേരിയിൽ അടിയ ആദിവാസി സമുദായത്തിൽ 1970 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന ജാനു 1980കളിലെ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിലെ ക്ലാസുകൾ പങ്കെടുത്താണ് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചത്. 7-ാം വയസ്സിൽ വീട്ടുജോലിക്കാരിയായി പണിയെടുത്തു തുടങ്ങിയ ജാനു 12-ാം വയസ്സോടെ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയായി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും ആ പാർട്ടിയുടെ ചില സമീപനങ്ങൾക്കെതിരായി അല്ലെങ്കിൽ ആ പാർട്ടിയിലെ സമീപനങ്ങൾ പൊരുത്തപ്പെടാൻ സാധിക്കാതെ പാർട്ടി വിടുകയും ചെയ്തു. 1992-ൽ 3 സംസ്ഥാനങ്ങളിലെ ആദിവാസി ഭൂസമരങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന സൗത്ത് സോൺ ആദിവാസി ഫോറത്തിൻ്റെ ചെയർപേഴ്സണായി CK ജാനു തിരഞ്ഞെടുക്കപ്പെട്ടു. 1994-ൽ ആദിവാസികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ 10 വർഷങ്ങൾ പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദിവാസികളെ പ്രതിനിധീകരിച്ച് CK ജാനു പങ്കെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽക്കെട്ടിയുള്ള സമരം, മുത്തങ്ങ സമരം, ആറളം ഫാമിലെ ഭൂസമരം തുടങ്ങി നിരവധി ഭൂസമരങ്ങൾ CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ആദിവാസി ഭൂസമര നായിക CK ജാനുവിനെ തേവര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ആദ്യ എഡിഷനിലെ 2-ാം സെഷനിലേക്ക് വയനാട് ഏതാണ് നാട് ഏതാണ് കാട് എന്ന സെഷനിലേക്ക് തേവര കോളേജ് സഹൃദയം ക്ഷണിക്കുകയാണ്. ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് കേരളത്തിലെ യുവ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ നിലീന അത്തോളിയാണ്. ഒട്ടേറെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ജനശ്രദ്ധ നേടിയിട്ടുള്ള മാധ്യമ പ്രവർത്തക. മാതൃഭൂമി ഓൺലൈനിൻ്റെ സീനിയർ സബ് എഡിറ്ററാണ് നിലീന അത്തോളി. രാംനാഥ് ഗോയങ്ക അവാർഡ്, നാഷണൽ മീഡിയ അവാർഡ്, സംസ്ഥാന സർക്കാരിൻ്റെ സ്വാമി വിവേകാനന്ദൻ യുവമാധ്യമ പുരസ്കാരം, VK മാധവൻകുട്ടി അവാർഡ്, കേരള മീഡിയ അക്കാദമി അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ ചെറിയ അളവിൽ തന്നെ നിലീന അത്തോളിയെ തേടിയെത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു ഈ സെഷനിലേക്ക് നിലീന അത്തോളിയെ. ഗുഡ് മോർണിംഗ്. വുമൻസ് ഡേ ആശംസകൾ. ആധുനിക കേരളത്തിൻ്റെ പോരാട്ട ചരിത്രത്തിൽ അല്ലെങ്കിൽ ആദിവാസി സ്ത്രീപക്ഷ പോരാട്ട ചരിത്രത്തിൽ ഒരു അനിഷേധ്യമായ ഒരു ഏടാണ് CK ജാനു എന്ന് പറയുന്നത്. ശരിക്കും 1 മണിക്കൂറല്ല 100,000 ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ അടുത്താണ് ആത്മകഥ വായിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഈ തലക്കെട്ടിൽ സെഷൻ്റെ തലക്കെട്ടിൽ ചേർന്ന് നിന്നുകൊണ്ട് ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. ഈ അടുത്ത കാലത്ത് വലിയ തോതിൽ മനുഷ്യ മൃഗ സംഘർഷങ്ങൾ നമ്മുടെ വയനാട് ഭാഗത്തായിട്ട് മലയോര മേഖലകളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം പൊതുസമൂഹം പൊതുവെ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പം അതിലെ ഏറ്റവും ഭൂരിപക്ഷ മനുഷ്യരുടെ പ്രശ്നങ്ങളുമായി ചേർത്ത് നിർത്തിയിട്ടാണ് ആ വിഷയങ്ങൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വന്യമൃഗ സംഘർഷങ്ങൾ ആദിവാസി വിഭാഗത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ആദിവാസി വിഭാഗത്തിനും മൃഗങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആദിവാസികൾ അത് നേരിടുമ്പോൾ അത് സമൂഹത്തിലൊരു പ്രശ്നമാവുന്നില്ല എന്നുള്ളിടത്താണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം.
അപ്പോൾ പൊതുസമൂഹത്തിൽ ഒരാൾക്ക് മൃഗങ്ങളെ കൊണ്ട് ഒരു ജീവഹാനി സംഭവിച്ചാൽ അത് കേരളത്തിലെ എല്ലാ ആളുകളുടെയും പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അതിനെ ഉയർത്തിക്കാട്ടുകയും ആ രീതിയിൽ അതിനെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ആദിവാസികളുടെ ഇടയിൽ ഇത്തരം സംരംഭങ്ങളൊക്കെ നടക്കുമ്പോൾ അത് അവിടം കൊണ്ട് തന്നെ തീർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായിട്ടുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ആദിവാസിയായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ മൃഗത്തിൻ്റെ ശല്യം ഏറ്റവും കൂടുതൽ ആദിവാസികളുടെ ഇടയിലാണ് ഉണ്ടാവുക. ഇപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. എത്ര പേരാണ് മൃഗങ്ങളുടെ ഇടപെടൽ മൂലം മരണപ്പെട്ടത് എന്നുള്ളത്. ആർളം ഫാമിൽ മാത്രം എടുക്കുമ്പോൾ 13 പേരാണ് മരിച്ചത്. ആർളം ഫാമിൽ മാത്രം ആദിവാസികൾ. അത് കാടുകളിൽ പോയിട്ട് അങ്ങനെയൊന്നല്ല, അവരുടെ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ പുരയുടെ കാലഘട്ടത്തിനുള്ളിൽ അത് ഇപ്പോൾ ഒരു 4-5 വർഷത്തിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 13 പേര് അവിടെ ശരിക്കും ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഒരു വാർത്ത പോലും ആവുന്നില്ല. വാർത്തയാവുന്നില്ല മാത്രമല്ല, ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു 2-3 മാസം മുമ്പ് ജനാർദ്ദൻ എന്ന് പറയുന്ന ഒരു ആദിവാസി റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴാണ് ആന അയാളെ തുമ്പിക്കൈ കൊണ്ട് വട്ടമിട്ട് പിടിച്ച് നിലത്തടിച്ച് കൊല്ലുന്നത്. അയാളുടെ ഭാര്യ നേരത്തെ മരിച്ചു പോയതായിരുന്നു, അസുഖം വന്നിട്ട്. 2 കുട്ടികളെ നോക്കുന്നത് അയാളായിരുന്നു ശരിക്കും. ഇപ്പോൾ ഈ അച്ഛൻ മരിച്ചു പോയ അച്ഛനെ ആന കൊന്ന സമയത്ത് 2 മക്കളും ശരിക്കും അനാഥരായിപ്പോയി. അവർക്ക് ബന്ധുക്കൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ഈ കൂലിവേല എടുത്ത് ഉപജീവനം കഴിയുന്നതുകൊണ്ട് അവരുടെ കുടുംബത്തെ നോക്കി ഇവരെയും കൂടെ നോക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ആ സമയത്ത് അവരെ ഗവൺമെൻറ് അവരുടെ അവസാനം വരെയുള്ള പഠിത്തവും ആ കുട്ടികളുടെ ഒരു ജോലിയിലെത്തുന്നിടം വരെയുള്ള സംരക്ഷണം ഗവൺമെൻറ് കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അനാഥാലയത്തിൽ കൊണ്ടുപോയി വിടൂ എന്നുള്ളതാണ്. ആദിവാസികളുടെ ഈ 2 കുട്ടികളെ എന്നിട്ട് അവരിപ്പോൾ ബന്ധുവീട്ടിലൊക്കെയാണ് ശരിക്കും നിൽക്കുന്നത്. എന്നിട്ട് അത് ബന്ധുവീട്ടിൽ നിൽക്കുമ്പോൾ ഇവർക്ക് വേണ്ട ഫെസിലിറ്റി, ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ഒരു കുട്ടി +1 പഠിക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്തു കൊടുക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് അവിടുത്തെ TOനൊക്കെ വിവരം അറിയിച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർ ഹോം സ്റ്റേ പോലുള്ള ഒരു സംഭവത്തിൽ എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. ഇതിനൊരു തീരുമാനമാവോ ഒരു വാർത്തയാവോ ഒന്നും ചെയ്യുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് ഈ വിവേചനപരമായിട്ട് മൃഗത്തിൻ്റെ വേട്ടയെ 2 തരത്തിൽ കാണുന്ന ഈ വ്യവസ്ഥിതി തന്നെ ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണത്. അപ്പോൾ ഇതിനെ തന്നെയാണ് ശരിക്കും ഇല്ലായ്മ ചെയ്യേണ്ടത്. മനുഷ്യർ എല്ലാവർക്കും ഒരേപോലെ ജീവനുള്ളതാണ്. അതിൽ ആദിവാസിയെന്നോ ദളിതനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ജീവൻ തന്നെയാണ്. അപ്പോൾ അവർ പരിഗണിക്കപ്പെടുമ്പോൾ എല്ലാവരെയും ഒരുപോലെ. ഇപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ജനാധിപത്യം, സോഷ്യലിസം ഒക്കെ ഉള്ള കേരളമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയാണ് ഈ സാധനം ഇതുവരെ തൊട്ടു തീണ്ടാത്തതെന്നാണ് എൻ്റെ ഒരു ജീവിതാനുഭവത്തിലൂടെ എനിക്ക് പറയാൻ പറ്റുന്നത്. ഈ വനം വകുപ്പിൻ്റെ വനവൽക്കരണ പദ്ധതികളുണ്ടല്ലോ, അക്കേഷ്യ, യൂക്കാലിപ്സ് മരങ്ങൾ പോലുള്ള, പിന്നെ അധിനിവേശ സസ്യങ്ങളെ വല്ലാതെ കൊണ്ടുവന്ന് അവിടെ നട്ടുപിടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അത് എത്രത്തോളം അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയെയും ആദിവാസി ജീവിതത്തിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്? അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ശരിക്കും ആദിവാസി ജീവിതത്തിൽ തന്നെയാണ്. ഇപ്പോൾ പാരമ്പര്യമായിട്ട് കാടുകളിൽ ആദിവാസികൾ ഏറ്റവും കൂടുതൽ കാട്ടിലുള്ള വിഭവങ്ങൾ നേരിട്ട് അവരുടെ ഭക്ഷ്യ പദാർത്ഥങ്ങളായി സ്വീകരിച്ചിരുന്ന ആളുകളാണ് പാരമ്പര്യമായിട്ട്. അപ്പോൾ അത് കാട്ടിൽ നിന്ന് ശേഖരിക്കുക, അവരുടെ ആവശ്യത്തിന് മാത്രം ശേഖരിക്കുക, അങ്ങനെ ഉപജീവനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ മോണോകൾച്ചർ കൃഷി രീതി വന്നതോടുകൂടി തേക്ക്, യൂക്കാലി, അക്കേഷ്യ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളുടെ കാടുകളിൽ അതിനെ നട്ടു വളർത്താൻ തുടങ്ങിയതോടുകൂടി പാരമ്പര്യമായിട്ടുള്ള കാട്ടിനകത്തുണ്ടായിരുന്ന ഈ മനുഷ്യരുടെ ജീവനുപാധിയായിട്ടുള്ള വിഭവങ്ങളും ഇല്ലാതായി. മൃഗങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ട് കിട്ടുന്ന
ഭക്ഷ്യവിഭവങ്ങളും ഇല്ലാതായി. ഇത് രണ്ടും ഇല്ലാതായി. ഈ രണ്ടും ഇല്ലാതായപ്പോൾ മനുഷ്യർ ഒരു വശത്ത് പട്ടിണിയായിട്ട് അത്തരം രീതിയിൽ മരണപ്പെടുന്ന സാഹചര്യം മനുഷ്യർക്കുണ്ടാവുന്നു. മൃഗങ്ങൾക്ക് വിശപ്പടക്കാൻ വേണ്ടി നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ നാട്ടിലുള്ള കൃഷികൾ മൊത്തം മൃഗങ്ങൾ അവരുടെ വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷ്യവിഭവങ്ങളായിട്ട് സ്വീകരിക്കും. അത് സ്വീകരിക്കുമ്പോൾ അവിടെ കൃഷി ചെയ്ത മുഴുവൻ ആളുകളുടെ കൃഷി നഷ്ടമാവുന്നു, അയാളുടെ ഉപജീവനം ഇല്ലാതാവുന്നു. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഈ തുടക്കം മൊത്തം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ നാശം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. നമ്മളിലൂടെ തന്നെയാണ് അത് അവസാനം നമ്മളിൽ എത്തി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് തുടക്കം കുറിച്ചത് നമ്മൾ തന്നെയാണ്. ഈ വനവിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചല്ലോ, അപ്പം അതിൽ ഞാൻ ആത്മകഥയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, ഈ കാട്ടുപന്നികളെ പ്രശ്നമാണല്ലോ ഇപ്പോൾ ഒരുപാട് കർഷകരൊക്കെ അനുഭവിക്കുന്ന മനുഷ്യർ. ഇപ്പോൾ അടുത്തൊരാളെ കുത്തിക്കൊന്നു. അപ്പം ഈ കുറുക്കന്മാരുടെ സാന്നിധ്യം ഈ കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ ഘടകമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കുറുക്കന്മാർക്ക് അവിടെ വംശനാശം എങ്ങനെയാണ് വന്നത്? കുറുക്കന്മാർക്ക് വംശനാശം വന്നത് അവിടുത്തെ കൃഷി രീതിയുടെ മാറ്റമാണ്. പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതി ഉണ്ടായിരുന്നപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ജീവികളെല്ലാം തന്നെ നിലനിന്നിരുന്നു. ഇപ്പോൾ കുറുക്കൻ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത് ശരിക്കും പാടത്തുള്ള ഞണ്ടാണ്. ഞണ്ട് പിടിച്ചിട്ട് ഏറ്റവും കൂടുതൽ കുറുക്കൻ ഭക്ഷിക്കും. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നെൽകൃഷി രീതി മാറ്റി അവിടെ ഇഞ്ചിയും വാഴയും ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. പാടങ്ങളിൽ തെങ്ങും കമുകും ഇത്തരം സാധനങ്ങൾക്കൊക്കെ പാടങ്ങളിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സുലഭമായിട്ട് ഞണ്ടുകളൊക്കെ ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇതിൻ്റെ കൂമ്പ് ഞണ്ട് കടിച്ച് പൊട്ടിച്ച് കളയും. ഇഞ്ചിയുടെ ആയാലും വാഴയുടെ ആയാലും തെങ്ങിൻ്റെ ആയാലും കമുകിൻ്റെ ആയാലും ഒക്കെ ഞണ്ട് കടിച്ച് പൊട്ടിക്കും. അപ്പോൾ ഈ ഞണ്ടിനെ കൊല്ലാൻ വേണ്ടി ഈ ആളുകൾ മാരകമായിട്ടുള്ള വിഷം, എക്കാലാസ്, കൂരിടാൻ പോലെയുള്ള സാധനങ്ങൾ അവിടെയൊക്കെ വിതറുകയും അത് വെള്ളത്തിലലിഞ്ഞ് ഈ ഞണ്ടൊക്കെ അതിൻ്റെ ഭാഗമാവുകയും ചെയ്തപ്പോൾ ഈ കുറുക്കൻ ഈ ഞണ്ടിനെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ കുറുക്കൻ പൂർണ്ണമായിട്ടും ഈ വംശനാശം ഉണ്ടായി. കുറുക്കൻ പ്രകൃതിയിലെ ഇപ്പോൾ എല്ലാ മൃഗങ്ങളും പ്രകൃതിയിലുള്ള ഓരോ സംവിധാനത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നവരാണ് എല്ലാ മൃഗങ്ങളും. അതിൽ കുറുക്കന് മാത്രമല്ല ആ റോളുള്ളത്, എല്ലാ മൃഗങ്ങൾക്കും ആ റോളുണ്ട്. അപ്പോൾ കുറുക്കൻ ശരിക്കും ഈ കാട്ടുപന്നി ഈ പ്രസവിക്കുന്ന ഒരു പന്നി പ്രസവിക്കുക 10 കുട്ടികളെയാണ്. ഒരു പ്രസവത്തിന് 10 കുഞ്ഞുങ്ങളെയാണ് അവർ പ്രസവിക്കുന്നത്. അപ്പോൾ കുറുക്കൻ ഈ പന്നിയുടെ കുഞ്ഞുങ്ങളെ ഭക്ഷണമായിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ പന്നിയുടെ ഈ കൂടുതൽ ഉത്ഭവത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തിയിരുന്നത് കുറുക്കനായിരുന്നു ശരിക്കും. അപ്പോൾ കുറുക്കൻ വംശനാശം വന്നതോടുകൂടി പന്നി വല്ലാതെ പെരുകി. അപ്പോൾ പന്നീൻ്റെ ഈ കുഞ്ഞുങ്ങൾ 10 ഉണ്ടാവുന്ന ഒരു 10 രക്ഷപ്പെടും. അത് 10 വീണ്ടും പ്രസവിക്കുമ്പോൾ 10 കുഞ്ഞുങ്ങളാവുമ്പോൾ അങ്ങനെ വ്യാപകമായ രീതിയിൽ പന്നിയുടെ ശല്യം കൂടിയത് അങ്ങനെയാണ്. കുറുക്കൻ ഉണ്ടായിരുന്നെങ്കിൽ പന്നിയുടെ ശല്യം കൂടില്ലായിരുന്നു. അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയത് കുറുക്കനായിരുന്നു. പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ നിലവിലുള്ള എല്ലാ ജീവികളും പ്രകൃതിയിൽ വേണം. പ്രകൃതിയിലുള്ള മുഴുവൻ ജീവികളും അതേപോലെ തന്നെ നിലനിൽക്കണം. ഓരോ ജീവിക്കും പ്രകൃതിയിലുള്ള ചില സന്തുലനാവസ്ഥയെ, പ്രകൃതിയിലുള്ള ജീവികളെ, അവിടുത്തെ പ്രകൃതിയുടെ മാറ്റത്തിനെ, മണ്ണിനെ അടക്കം ഫലപുഷ്ടിപ്പെടുത്തുന്ന ചില കഴിവുകൾ ഓരോ ജീവികളിലുമുണ്ട്. അതുണ്ടാവുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവർ നശിക്കും തോറും ഈ പൂർണ്ണമായിട്ട് കിട്ടുന്ന ഫലങ്ങൾ മൊത്തം ഇല്ലാതായപ്പോൾ വംശനാശം നമ്മളിലേക്കും വരുവാണ്. ഇവരുടെ വംശനാശം അത് അവസാനം വരുന്ന നമ്മളെ. ഇതൊരു ക്യാൻസർ പോലെയുള്ളൊരു രോഗമാണ്. ജീവികൾ ആദ്യം മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും നമുക്ക് ബാധകമല്ല, നമുക്ക് പ്രശ്നമല്ല. പക്ഷേ അവരുടെ മരണം കഴിഞ്ഞിട്ട് അടുത്ത മരണം നമ്മളുടെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാതെയാണ് പ്രകൃതിപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത്. ഈ വന്യജീവി സംഘർഷങ്ങൾ ഈ അടുത്ത കാലത്ത് വളരെ കൂടിയല്ലോ. ഇപ്പോൾ ഈ ആനകളുടെ ആക്രമണമാണെങ്കിലും ഇപ്പോൾ കടുവകൾ കുറേ പേരെ കൊല്ലുന്നു. അപ്പം അതിൽ പല ആളുകൾക്കും പല വേർഷൻസാണ്. പരിസ്ഥിതിവാദികൾ പറയും അത് കാടിൻ കയ്യേറിയത് കാരണമാണ്, വെള്ളം കിട്ടാത്തത് കാരണമാണ്, ഭക്ഷണം കിട്ടാത്തത് കാരണമെന്ന് പറയുന്നു. അതല്ല, മറ്റ് സ്റ്റഡികൾ നടത്തിയ വേറെ ചില ആളുകളുടെ അടുത്ത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ സംസാരിക്കുമ്പം അവർ പറയുന്നു ജീവികൾക്ക് പെറ്റുപെരുകാൻ പറ്റിയൊരു അത്രയും നല്ല അന്തരീക്ഷവും വിഭവങ്ങളും ഉണ്ട് അവിടെ.
ഇപ്പം കടുവേനെ സംബന്ധിച്ചാണെങ്കിൽ മാൻകൂട്ടം അത്രയധികം ഉണ്ട്. കാരണം പുൽമേടുകൾ ഉള്ളത് കൊണ്ട്, പിന്നെ കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെയുള്ള ചെറുജീവികളൊക്കെ പിടിച്ച് ജീവിക്കാനൊക്കെ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ പലർക്കും പല വേർഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒരു ആദിവാസികളുടെ ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ആദിവാസികളുടെ ഒരു വേർഷൻ എന്താണ് ഇതിൽ ശരിക്കും? ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഈ അടുത്ത കാലത്ത് വളരെയധികം കൂടിയത് ശരിക്കും കൂടിയോ അതോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൂടുകയാണോ ചെയ്തത്? ഇല്ല, ഇപ്പോൾ കാട്ടിലുള്ള ജീവികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എല്ലാ തലത്തിലും. അത് അവർക്ക് പെറ്റുപെരുകാനുള്ള ഒരു സംവിധാനം അവിടെ സുലഭമുണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് 1970 നമ്മളുടെ ഈ വനത്തിൻ്റെ വിസ്തീർണം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം. 1970 ഉണ്ടായിരുന്ന വനത്തിൻ്റെ വിസ്തീർണത്തിൽ 2/3 ഭാഗം ഇന്നില്ല. 1970 വനത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ കണക്ക് നമ്മൾ പഠിച്ചാൽ 2/3 ഭാഗം എന്നില്ല, 1 ഭാഗമേ ഉള്ളൂ. അപ്പോൾ ഈ മൃഗങ്ങൾക്ക് ഈ 2 ഭാഗവും സുലഭമായിട്ട് അവർക്ക് സഞ്ചരിക്കാനുള്ള അവരുടെ മേഖലയായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ അവർ ഏതെങ്കിലും ഒരു തുരുത്ത് പോലെ വനം വരുമ്പോൾ അതിലേക്ക് ഇവർ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ജനസംഖ്യ എങ്ങനെയാണ് വർദ്ധിക്കുന്നത്, അതേപോലത്തെ വ്യത്യാസങ്ങൾ അവരുടെ ഇടയിലും ഉണ്ടാവുന്നുണ്ട് ഈ കാടിനകത്ത്. അപ്പോൾ ഈ വനത്തിൻ്റെ വിസ്തീർണമൊക്കെ നിലനിർത്തി മോണോകൾച്ചർ കൃഷിരീതി വനത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ മാറ്റിയാൽ ഇപ്പോൾ തന്നെ യൂക്കാലി അക്കേഴ്സിയൊക്കെ ഉള്ള സ്ഥലത്ത് ഈ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതിൻ്റെ മരത്തിൻ്റെ ഇല വീഴുന്ന സ്ഥലത്ത് അതിനൊരു എണ്ണയുടെ കെമിക്കലുണ്ട്. അതുകൊണ്ട് അവിടെ സാധാരണ പ്രകൃതിയിൽ കിളുക്കുന്ന ഒരു പുൽക്കൊടി പോലും കിളുക്കില്ല, അവിടെയൊക്കെ തരിശു പോലെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ വനത്തിൻ്റെ വിസ്തീർണം, ഇപ്പോൾ ആദിവാസികളൊക്കെ വനം കയറി പിടിച്ചത് കൊണ്ടാണ് മൃഗങ്ങൾ കാട്ടിലേക്ക് വരുന്നതെന്ന് പറയുന്നത്, അത് മൂഢസ്വർഗത്തിൽ നിന്നിട്ട് സംസാരിക്കുന്നതാണ്. പാരമ്പര്യമായിട്ട് ഈ പ്രകൃതിയിൽ ഉണ്ടായിരുന്ന ഒരു ആദിവാസികൾ മാത്രമാണ്. അന്ന് അവർ ഈ വനം നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ഇന്ന് ലോകത്തിൽ ഒരു സ്ഥലത്തും വനം ഉണ്ടാവില്ല. ആദിവാസികളാണ് ഈ വനത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ആളുകൾ. നമ്മളൊക്കെ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ പ്രദേശത്ത് പോലുള്ള വലിയ മരങ്ങളൊന്നും നമ്മൾ വെട്ടാറില്ല. അതിനൊക്കെ ദൈവിക ശക്തി ഉണ്ടെന്ന് വിചാരിച്ച് ആ മരത്തെ പൂജിക്കുകയും വൃത്തികേടാക്കാതെ അതിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ശരിക്കും ആദിവാസികളുള്ളത്. ഇനി അഥവാ ആദിവാസികൾ കേരളത്തിലെ മുഴുവൻ വനവും നശിപ്പിച്ചെന്ന് വെച്ചാൽ 4.5 ലക്ഷം ആദിവാസികളാണ് കേരളത്തിൽ ഉള്ളത് ആകെ. ഈ 4.5 ലക്ഷം ആദിവാസികൾ കേരളത്തിലുള്ളവർ ഈ കേരളത്തിലെ മുഴുവൻ ഭൂമി അവർ എടുക്കൂലല്ലോ. അപ്പോൾ എവിടെയാണ്, ആരാണ് ഇത് ചെയ്തത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഡേറ്റയോ അത്തരം ഒരു പഠനങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല. ഇവിടെ ഈ വന്യമൃഗങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ കാട് മൊത്തം വെട്ടിപ്പിടിച്ചിട്ടുള്ളത്. ഓരോ പ്രദേശത്തും നമുക്ക് പോയാൽ കാണാം. ഇപ്പോൾ ഇടുക്കി പോലെയുള്ള വലിയ വൻ മലപ്രദേശങ്ങൾ, ആ മലയുടെ മണ്ടയ്ക്ക് വരെ ആളുകളുടെ തോട്ടവും വീടുകളാണ് ഉള്ളത്. അപ്പോൾ മൃഗങ്ങൾ പിന്നെ എവിടെ പോവും? മൃഗങ്ങൾക്ക് പോകാനൊരിടം വേണ്ടേ? അപ്പോൾ ദ്വീപ് പോലെ തുരുത്ത് പോലെ കുറച്ച് സ്ഥലത്ത് അവരവിടെ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ അവർ തമ്മിലുള്ള വലിയ സംഘർഷങ്ങളുണ്ട്. മനുഷ്യരെങ്ങനെയാണോ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്, അതേപോലെ മൃഗങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാറുണ്ട്. ഈ ഫൈറ്റിംഗ് പലപ്പോഴും മനുഷ്യന് ദ്രോഹമായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മളിത് ശരിക്കും താത്വികമായിട്ട് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയും അന്വേഷിക്കുകയും ഈ എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ വേണം, ഒരു ജീവജാലങ്ങളും ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. ഈ പ്രകൃതിയിൽ പൂമ്പാറ്റയ്ക്കും പുൽക്കൊടിക്കും പുഴുവിനും ഒക്കെ ജീവിക്കാനുള്ള അവരുടെ മൗലികാവകാശമാണ്. അത് മനുഷ്യന് നിഷേധിക്കാൻ പറ്റില്ല. ഇതൊന്നും മനുഷ്യൻ തിരിച്ചറിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം പരിഹരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ എക്കോ ടൂറിസം അതുപോലെ ടൂറിസ്റ്റുകളുടെ ഒരു അധിക വരവുണ്ടല്ലോ വയനാട്ടിലേക്കുള്ള, അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, ടൂറിസമൊക്കെ വല്ലാത്ത രീതിയിൽ വ്യാപിച്ചു. ഇപ്പോൾ ഉൾക്കാടിനകത്ത് ആളുകൾക്ക് വീട് വെക്കാൻ പറ്റില്ല, പക്ഷേ റിസോർട്ട് ഉണ്ടാക്കാം. അതെന്ത് നിയമമാണത്? പാരമ്പര്യമായിട്ടുള്ള ആളുകൾക്ക് കാടിനകത്തുണ്ടെങ്കിൽ അവരെയൊക്കെ കുടിയിറക്കും അവിടുന്ന്. എന്നിട്ട് ആ ഉൾക്കാട്ടിനകത്ത് റിസോർട്ടുകൾ ഉണ്ടാക്കി അവിടുത്തേക്ക് ആളുകളെ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും അപകടം വിളിച്ചു വരുത്തുന്നതിന് വേണ്ടി നമ്മൾ പദ്ധതി ഉണ്ടാക്കി ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രാദേശികമായിട്ട് അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ വിഭവങ്ങൾ അവിടുത്തെ ജീവജാലങ്ങളെയും ഒക്കെ മനസ്സിലാക്കിയിട്ടേ ഒരു വികസന പദ്ധതികൾ തയ്യാറാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സമ്പത്തിന് വേണ്ടി ആര് ചത്താലും വേണ്ടില്ല, എനിക്ക് കോടികൾ ഉണ്ടാക്കണം എന്നുള്ള ഈ ഒരു മൈൻഡാണ് ഇത്തരം സംവിധാനത്തെ മുഴുവൻ കൊണ്ടുവരുന്നത്.
ഇത് സംസാരിക്കുമ്പോൾ എനിക്കൊന്ന് നമ്മൾ ഭൂപരിഷ്കരണത്തെ കുറിച്ചുകൂടി സംസാരിക്കേണ്ടതുണ്ട്. താങ്കൾ എപ്പോഴും ഈ ഭൂപരിഷ്കരണം എന്നുള്ളത്, ഭൂപരിഷ്കരണത്തിന് ശേഷം ഒരുപാട് പേർക്ക് പല രീതിയിൽ കേരളം മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഭൂവുടമകളായി ഒരു വലിയ വിഭാഗം ജനങ്ങൾ, പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പോൾ വിദേശത്തേക്കുള്ള പോക്കിന് വരെ ദുബായിലേക്കൊക്കെ ആളുകൾ പോയത് തന്നെ അത്തരം ഭൂമി വിറ്റുകൊണ്ടാണ്. വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഭൂപരിഷ്കരണം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നും താങ്കൾ വിമർശിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആദിവാസി സമൂഹത്തിന് ഭൂപരിഷ്കരണം കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ഒരു ഓഡിയൻസിന് വേണ്ടി അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് സംസാരിക്കാം. ഭൂപരിഷ്കരണമാണ് ആദിവാസികളെ നശിപ്പിച്ചത് എന്നാണ് ഞാൻ പറയാം. അതായത് പാരമ്പര്യമായിട്ട് പ്രകൃതിയിൽ തന്നെ ജനിക്കുകയോ അവിടെ തന്നെ ജീവിക്കുകയോ അവിടെ നിന്ന് കുടിയേറി വന്നിട്ടുള്ള വിഭവങ്ങളല്ല ആദിവാസികൾ, അവിടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ ഒരു പ്രദേശം മൊത്തം അവരുടേതായിരുന്നു. പക്ഷേ ഈ പട്ടയം പോലെയുള്ള പ്രക്രിയ നമ്മുടെ ഭരണ സംവിധാനത്തിനകത്ത് വരാൻ തുടങ്ങിയപ്പോൾ ആദിവാസികളെ മാത്രം അവിടെ അവഗണിക്കുകയാണ് ചെയ്തത്. അവിടെ പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആദിവാസികൾക്ക് അന്ന് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും പട്ടയം കൊടുക്കുമ്പോൾ ആദിവാസികൾക്ക് പട്ടയം കൊടുക്കാതെ നിർത്തി. അതിന് ഗവൺമെൻറ് പറഞ്ഞ ഒരു റീസൺ, ആദിവാസികൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ല, അതുകൊണ്ട് അവർക്ക് പട്ടയം കൊടുത്താൽ അവർ ഭൂമി വിറ്റ് കളയും, അതുകൊണ്ട് ആദിവാസികൾക്ക് പട്ടയം കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആദിവാസികൾക്ക് പട്ടയം കൊടുക്കാതെ. അന്ന് മാത്രമല്ല, ഇപ്പോഴും അതേ കബളിക്കൽ പരിപാടി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊക്കെ സമരം ചെയ്തിട്ട് കേരളത്തിൽ ഒരു 35,000 ഫാമിലിക്ക് ഇപ്പോൾ ഭൂമി കിട്ടിയിട്ടുണ്ട്, 1 ഏക്കർ വെച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കൊടുത്തപ്പോൾ ആദിവാസികൾ 50 പേർക്കും അനാദിവാസികൾ 50 പേർക്കും അവിടെ പട്ടയമേള എന്നാണ് പദ്ധതിയുടെ പേര് തന്നെ. അതിൻ്റെ പ്രചരണവും മീഡിയയിലൊക്കെ വരുന്ന വാർത്തയൊക്കെ പട്ടയമേള എന്നാണ്. പക്ഷെ ആദിവാസികൾക്ക് അവിടെ പട്ടയം കൊടുക്കില്ല. അനാദിവാസിയായിട്ടുള്ള 50 പേർക്ക് ഒറിജിനൽ പട്ടയം കൊടുക്കുകയും ആദിവാസിക്ക് കൈവശരേഖയാണ് കൊടുക്കുന്നത്. ഈ കൈവശരേഖ കൊണ്ട് കരമടയ്ക്കാൻ പറ്റില്ല, ഇവർക്കൊരു ലോൺ എടുക്കാൻ പറ്റില്ല, അവരുടെ കുഞ്ഞിനെ ഒന്ന് നന്നായിട്ട് പഠിപ്പിക്കേണ്ട മറ്റു കാര്യങ്ങൾ, അവർക്ക് കൃഷി നാശം ഉണ്ടായാൽ, ഈ മൃഗങ്ങളൊക്കെ വന്ന് കൃഷി നാശം ഉണ്ടായാൽ അതിന് നഷ്ടപരിഹാരം കിട്ടില്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ കരമടച്ച റെസിറ്റ് വേണം. ആദിവാസികൾ അതിപ്പോഴും വാങ്ങുന്നില്ല. ഇപ്പോഴും ആദിവാസികളെ കബളിപ്പിക്കുന്ന പണി തന്നെയാണ് ശരിക്കും ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂപരിഷ്കരണം കൊണ്ട് എങ്ങനെയാണ് ആദിവാസിക്ക് ഭൂമി നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഭൂപരിഷ്കരണത്തിലേക്ക് വന്നപ്പോൾ ആദിവാസികളുടെ കയ്യിൽ പട്ടയില്ലല്ലോ. അപ്പോൾ പട്ടയില്ലാത്ത ഭൂമി മൊത്തം മിച്ച ഭൂമി എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് ആദിവാസികളുടെ ഭൂമി അക്വയർ ചെയ്ത് പിടിച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് പിന്നീട് കുടിയേറ്റ കർഷകരും മറ്റുള്ള ആളുകളൊക്കെ ശരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ പിടിച്ച ഭൂമി മൊത്തം ഇവർ ലാൻഡ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണിയാണ് ചെയ്തത്. ആ സമയത്തും 1960-ലാണല്ലോ ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നത്, 73-ലാണ് അതിൻ്റെ ഉപവകുപ്പും സംവിധാനമൊക്കെ നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഈ സമയമായപ്പോൾ ഇവരിത് ചെയ്തു കൊണ്ടുവരുന്ന സമയത്ത് ഈ ആളുകളുടെ പൂർണ്ണമായിട്ട് ഭൂമിയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയും എന്നാൽ കേരളത്തിലെ മുഴുവൻ ഭൂമി ഭൂപരിഷ്കരണത്തിൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്തു. ഈ കേരളത്തിൽ ഒരു ഭൂപരിഷ്കരണ നിയമം വരുമ്പോൾ കേരളത്തിൻ്റെ ഭൂപടം എവിടെയൊക്കെ ഉണ്ടോ അത് പൂർണ്ണമായിട്ട് ഇതിനകത്ത് വരണമായിരുന്നു. അന്ന് ഇവരത് ചെയ്യാതെ ചെയ്തത് അമ്പലത്തിൻ്റെ ഭൂമികൾ ഭൂപരിഷ്കരണത്തിനകത്ത് ഉൾപ്പെടുത്തിയില്ല, പള്ളിയുടെ ഭൂമികൾ ഭൂപരിഷ്കരണത്തിനകത്ത് ഉൾപ്പെടുത്തിയില്ല, ട്രസ്റ്റിൻ്റെ ഭൂമികൾ ഭൂപരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, തോട്ടം ഭൂമി ഭൂപരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമി മാത്രമാണ് ഭൂപരിഷ്കരണത്തിൽ കൊണ്ടുവന്നത്. അന്ന് അവർ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ മൾട്ടിനാഷണൽ ഇത്തരം കമ്പനികൾ കുത്തകക്കാരുടെ പക്ക ബിനാമി പണിയാണ് അന്ന് അവർ ചെയ്തത്. അവരൊരു ജനാധിപത്യ ഗവൺമെൻറ് ഒരു പുതിയ നിയമം, ആ നിയമത്തിൻ്റെ പേരിലാണ് കേരള മോഡൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ മറ്റ് സ്റ്റേറ്റിലൊക്കെ പോകുന്ന ആളാണ്, ആ സ്റ്റേറ്റിലൊന്നും ഇത്തരം നിയമം കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് കേരള മോഡൽ അവരിപ്പോഴും അവകാശപ്പെടുന്നത് ഈ ഭൂപരിഷ്കരണം കൊണ്ടുവന്നത്. ഈ ഭൂപരിഷ്കരണത്തിലാണ് ഭൂരഹിതരെ അവർ സൃഷ്ടിച്ചത്. ഭൂരഹിതരെ സൃഷ്ടിച്ച് അവസാനം അവർ കുടികിടപ്പവകാശം 5 സെൻറ്റ് എന്നുള്ളതിൽ ഈ ആളുകളെ ബ്രിട്ടൻ്റെ കോളോണിയൽ വ്യവസ്ഥ ഇവിടെ ഊട്ടി ഉറപ്പിക്കുന്ന പണിയാണ് ഈ 60കൾ ഭൂപരിഷ്കരണത്തിലൂടെ ചെയ്തത്. അങ്ങനെയാണ് മുഴുവൻ ആദിവാസികളും ഭൂരഹിതരായി മാറുന്നത്. വ്യക്തമാണ്. ഇപ്പോൾ കുടിയേറ്റ കർഷകരെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മളൊക്കെ കുടിയേറ്റ കർഷകരെ കാണുന്നത് കഠിനാധ്വാനം ചെയ്ത്
എന്താ പറയുക, ജീവികളോട് മല്ലടിച്ച്, മലേറിയ പോലുള്ള രോഗങ്ങളോടൊക്കെ മല്ലടിച്ച് ജീവിതം കെട്ടിപ്പടുത്ത മനുഷ്യരായിട്ടാണ്. പക്ഷെ എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്, ആദിവാസി വിഭാഗങ്ങളൊരു അവരുടെ ഭൂമി തട്ടിയെടുത്ത ഒരു ചൂഷണം ചെയ്തൊരു വിഭാഗം, ഒരു പ്രതിച്ഛായ കൂടി അവർക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതായത് മദ്യം കൊടുത്ത്, ആദിവാസി പുരുഷന്മാർക്ക് മദ്യം കൊടുത്ത് ചുളുവിലയ്ക്ക് അവരുടെ ഭൂമി തട്ടിയെടുത്ത്. എനിക്ക് തോന്നുന്നു അധികം നമ്മൾ കേരളം ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണെന്ന് തോന്നുന്നു അല്ലേ? അത് കേരളം ചർച്ച ചെയ്യില്ല, കാരണം അവരുടെ താല്പര്യ വിഷയമല്ല അത്. കാരണം ഇപ്പോൾ കുടിയേറ്റ കർഷകർ ഓരോ സ്ഥലത്തും വന്ന് ഏക്കർ കണക്കിന് ഭൂമി എടുക്കുമ്പോൾ കുടിയേറ്റ കർഷകന് ഒരു ഭാര്യയും 2 മക്കളെയും കൊണ്ടാണ് വരുന്നത്. 10 ഏക്കർ സ്ഥലം കാട് വെട്ടി പിടിപ്പിക്കുമ്പോൾ ഇയാളുടെ ഈ ഭാര്യയും മക്കളും മാത്രം ഈ 10 ഏക്കറിനകത്ത് കാട് വെട്ടി കൃഷി ഇറക്കൂലല്ലോ. അവിടെയുള്ള ആദിവാസികളെ അതിനുവേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ അവരൊന്നും ഈ രംഗത്ത് ഇല്ല എന്നുള്ളത് മാത്രം. അപ്പോൾ കുടിയേറ്റ കർഷകർക്ക് പട്ടയം കൊടുത്തത് ആരാ? ആദിവാസികൾ പ്രത്യേകിച്ച് ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടാക്കി വരുന്ന കുടിയേറ്റ കർഷകൻ അവിടുന്ന് പട്ടയമൊന്നും കൊടുത്തിട്ടില്ല. ഈ പട്ടയം കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ ഭൂമി മുഴുവൻ പോകുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി, ഇപ്പോൾ ഇതിൻ്റെ കേസെടുക്കേണ്ട ഉത്തരവാദികൾ ഗവൺമെൻറ്റിന് തന്നെയാണ്. ഗവൺമെൻറ്റാണ് ഇത്. കുടിയേറ്റ കർഷകൻ വന്നപ്പോൾ അവിടെ പട്ടയം കൊടുത്തത് ഗവൺമെൻറ് അല്ലേ? അപ്പോൾ അവന് ഇത് ഒത്താശയായിട്ട് ചെയ്തു കൊടുത്തത് ഗവൺമെൻറ് അല്ലേ? പക്ഷേ പിന്നീട് വന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇതിന് ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദിവാസികൾക്കെതിരെ കുടിയേറ്റ കർഷകരാണ് എന്ന് പറഞ്ഞ് ആദിവാസികളെ പാർട്ടിയുടെ കൂടെ നിർത്തുകയും, എന്നിട്ട് ഈ കുടിയേറ്റ കർഷകനോട് ആദിവാസി നിങ്ങളുടെ ഭൂമി തിരിച്ചെടുക്കാൻ വരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം നിന്നാൽ നിങ്ങളുടെ ഭൂമി പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിർത്തിത്തരാം. അങ്ങനെ അവരെ കബളിപ്പിച്ച് പാർട്ടിയിൽ കൂടെ നിർത്തി, ആദിവാസിനെയും കബളിപ്പിച്ച് കൂടെ നിർത്തി. ഈ ആട്ടുമുട്ടന്മാർ തമ്മിൽ ഇടികൂടുമ്പോൾ രക്തം കുടിക്കുന്ന കുറുക്കൻ്റെ സ്വഭാവമാണ് ഓരോ സമയത്തും ഭരണാധികാരികൾ ചെയ്തത്. പക്ഷെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരാൻ തോന്നുന്നു. അതായത് ഇപ്പം നമ്മുടെ വയനാട്ടിൽ നിന്ന് ഇത്ര ദൂരം സ്വന്തമായി കാർ ഓടിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞു. അപ്പോൾ കോവിഡ് കാലത്താണ് കാർ ഡ്രൈവിംഗ് പഠിച്ചതെന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് കാട്ടാനേനെ നേരിൽ കണ്ട് ഭയങ്കര ഭയന്ന് വിറച്ചൊരു അനുഭവം പറയുന്നു. ഞാനിങ്ങനെ മനസ്സിൽ കരുതി, ഞങ്ങൾക്ക് മാത്രമല്ല ആദിവാസികൾക്കും ഇതിന് മൃഗങ്ങളെയൊക്കെ എത്ര ഭയം ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി അത് വായിച്ചപ്പം. എൻ്റെ ചോദ്യം അതല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പം എപ്പോഴും അവർ പരിപ്പ് വടയും കട്ടൻ ചായയും കുടിച്ച് ജീവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു ലക്ഷറി, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു അവരുടെ ജീവിതം എന്ന് പറയുന്നത് അത് പാടില്ല എന്നുള്ളൊരു പൊതു മനോഭാവം സമൂഹത്തിനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഈവൻ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും. അതുപോലെ തന്നെ ഒരു ആദിവാസി വിഭാഗത്ത് നിന്ന് കഷ്ടപ്പെട്ട് പോരാടി വന്ന ഒരു സ്ത്രീ നല്ല രീതിയിൽ വേഷം ധരിച്ച് പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി പല വലിയ കോൺഫറൻസുകളുടെയൊക്കെ ഭാഗമാവുക, സ്വന്തമായി വണ്ടി ഓടിക്കുക എന്നുള്ളതൊക്കെ ഒരു തരം മുൻവിധിയോടെ കാണുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിലുള്ള മുൻവിധികൾ, വേട്ടയാടലുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട്, ജനിച്ച സമയം തൊട്ട് എനിക്കെതിരെയുള്ള മോശമായിട്ടുള്ള പ്രചരണം കേൾക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴും ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ ലോകത്ത് ആളുകൾ എന്തു പറയുന്നു എന്നുള്ളതിനൊന്നും നമ്മൾ അതിനെ പരിഗണനയിലെടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സമൂഹത്തിൽ പ്രകൃതിയിൽ പിറവിയെടുക്കുമ്പോൾ നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ, കർത്തവ്യങ്ങൾ നമ്മളിൽ തന്നെ അർപ്പിച്ചിട്ടുണ്ട്. അത് പരമാവധി ഈ വലിയ ലോകത്ത് ചെറിയ ജീവിതമാണ് നമ്മളുടെയൊക്കെ. അത് ഈ ജീവനോടെ ഇരിക്കുമ്പോൾ പരമാവധി അത് പ്രയോജനപ്പെടുത്തി നമ്മളുടെ സഹമിത്രങ്ങൾക്ക് അതിൻ്റെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മനോഭാവം. ഞാനൊക്കെ ശരിക്കും എപ്പോഴും അത് ചെയ്യണം. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമല്ല. ലോകം മുഴുവൻ പറഞ്ഞാലും ഞാൻ അങ്ങനെയൊന്നും ആവാനും പോകുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ലോകം മൊത്തം ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലതും ആവില്ല. അപ്പോൾ അങ്ങനെ ഇതിനെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു മെമ്മറി നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ലോകത്തുള്ള മുഴുവൻ സംവിധാനവും നമ്മൾക്കും കൂടി ഉള്ളതാണ്. അതാരുടെയും കുത്തകയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഇത് എന്ന് പറയുന്നതൊക്കെ ശരിയില്ല. അവരൊക്കെ ശരിക്കും വിവരക്കേടിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് സംസാരിക്കുന്നതാണ്. നമ്മളങ്ങനെ വിചാരിച്ചാൽ മതി. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു ആരോപണം നടത്തുമ്പോൾ ഞാൻ അയാൾക്ക് വിവരമില്ല എന്ന് ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മൈൻഡ് ആക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മൈൻഡാക്കില്ല. അത് മൈൻഡാക്കി നിന്നാൽ എനിക്ക് വേറൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അതൊക്കെ അത് വഴിക്ക് പോട്ടെ, നമുക്ക് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളൊരു നിലപാട് നമ്മൾ എടുത്താൽ ഒരുത്തർക്കും നമ്മളെ എവിടെ ഒതുക്കി നിർത്താൻ പറ്റില്ല. നമ്മളുടെ കൂട്ടത്തിലുള്ള ഭൂരിഭാഗം ആളുകളും ആരെങ്കിലും അവരെന്തു പറയും, നമുക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ജീവിക്കാറേ ഇല്ല.
അയലോക്കംകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, മീഡിയ എന്ത് പറയും, പത്രം എന്ത് പറയും. അപ്പോൾ അതിലൊന്നും പറയിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ എങ്ങനെയാണ് ഒതുക്കേണ്ടതെന്ന് സ്വയം നമ്മളിങ്ങനെ നമ്മളെ ഒതുക്കി നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് അതൊന്നല്ല നമുക്ക് ചെയ്യാനുള്ളത്. അതാ പറയാനുള്ളത് പറയട്ടെ. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. 1000 കുടത്തിൻ്റെ വായി കെട്ടിയാലും ഒരാളുടെ വായി 1 മിനിറ്റ് നേരം കെട്ടാൻ പറ്റില്ല. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ആരെ അപകീർത്തിപ്പെടുത്താനോ ആരെ അപമാനിക്കാനോ കൊള്ളയടിക്കാനോ മോശമായിട്ടുള്ളൊരു സമീപനം ആർക്കും ദ്രോഹകരമായിട്ട് ചെയ്യില്ല എന്ന് നമ്മുടെ മനസാക്ഷിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി. ലോകത്ത് ഒരാളെയും ബോധിപ്പിക്കാൻ നമ്മൾ നിൽക്കണ്ട. അതുണ്ടെങ്കിൽ ചങ്കുറ്റത്തോടു കൂടി കാര്യം ചെയ്യാൻ നോക്കും. ഈ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരിൽ പുരുഷൻ നേരിടുന്ന പ്രശ്നങ്ങളും ആയിരിക്കില്ല ഒരു പക്ഷെ സ്ത്രീ നേരിടുക എന്ന് പറഞ്ഞാൽ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്നും അത്തരത്തിലുള്ള പോരാട്ട ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തം തന്നെയാണ്. അപ്പം ഈ ബോധവൽക്കരണ ക്യാമ്പുകൾക്ക് വേണ്ടി പോകുമ്പോൾ ആളുകളെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ എത്രയോ മൈലുകളോളം കാട്ടിടവഴികളിലൂടെ രാത്രി സമയങ്ങൾ 1 മണി 2 മണി 3 മണി നേരങ്ങളിലൊക്കെ നടന്നു പോയതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു മൃഗങ്ങളെ നിങ്ങൾക്ക് അത്ര പേടിയില്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ പൊതുസമൂഹം ഞങ്ങളെപ്പോലുള്ള ആളുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കാട്ടിലേക്ക് വരുമ്പം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പേടി എന്ന് പറയുന്ന പ്രത്യേകിച്ച് വാർത്തകളിലൂടെ വന്യമൃഗ സംഘർഷങ്ങളാണ്. വന്യമൃഗങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഭീതി എന്ന് പറയുന്നത്. പക്ഷെ താങ്കളുടെ ഒരു ആത്മകഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആദിവാസിയേതര മനുഷ്യരിൽ നിന്നായിരിക്കണം ഒരു പക്ഷെ അന്നും ഇന്നും മൃഗങ്ങളെക്കാൾ കൂടുതൽ ഭീഷണി നേരിട്ടിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിവിടെ അടയാളപ്പെടുത്തണം തോന്നി. ആ തരത്തിലുള്ള നിങ്ങളുടെ ഒരു കുട്ടിക്കാലം മുതലുള്ള ഒരു സ്ത്രീ, ആദിവാസി സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി എന്നുള്ള ഒരു സർവൈവൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ എൻ്റെ സമുദായം, ഞാൻ ആദിവാസി അടിയ സമുദായത്തിലുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ പേരേ ശരിക്കും അടിയല്ല. ഞങ്ങളുടെ പാരമ്പര്യ ഭാഷയിൽ ഞങ്ങൾ പറയുന്നത് റാവുളരുന്നാണ് ഞങ്ങളെ പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിൽ ഞങ്ങളെ അടിയാക്കിയതാണ്. അതിൽ തന്നെ ഒരു വംശത്തിൻ്റെ പേര് പോലും അവർക്ക് അടിസ്ഥാനമായിട്ട് നിലനിർത്തുന്നില്ല എന്നുള്ളൊരു വലിയ പോരായ്മ അതുണ്ട്. പൊതുസമൂഹത്തിൽ എല്ലാവരും വിദ്യാഭ്യാസം, വിവരം, പൊളിറ്റിക്സ് എല്ലാം ഉണ്ടെന്ന് പറയുന്നവർക്കാണ് ഇതൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഈ ഒറ്റ വാക്കിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് സമൂഹപരമായിട്ട് തന്നെ മാറേണ്ടതാണ്. അങ്ങനെ മാറിയാലേ അത് പ്രയോജനപ്പെടുത്താൻ നമ്മൾക്ക് പറ്റുള്ളൂ. ഇപ്പോൾ സ്ത്രീകളുടെ സംഭവം എന്നുള്ള നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിടുന്നുണ്ട്. ഞാൻ മരിക്കുന്നിടം വരെ അതുണ്ടാവും. അതെനിക്ക് ഇപ്പോഴേ അറിയാം. അതുകൊണ്ട് വരുന്നതൊക്കെ വരും വഴി അങ്ങ് വരട്ടെ, പോകുന്ന വഴി പോട്ടെ, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. അങ്ങനെയാണ് ഞാൻ അതിനെ അതിജീവിക്കുന്നത് ഓരോ സംഭവത്തിലും. അപ്പോൾ സ്ത്രീ എന്നുള്ള നിലയിൽ ഈ സ്ത്രീകൾ ഈ സമൂഹത്തിൽ, അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റു ലോകരാജ്യങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പോകാറുള്ളതുകൊണ്ട് എനിക്ക് അവിടത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇന്ത്യയിലുള്ള സ്ത്രീകളൊക്കെ ഏറ്റവും കാലിൻ്റെ അടിയിൽ കിടക്കണം എന്ന് പറയുന്ന ഒരു മേധാവിത്വം, പുരുഷ മേധാവിത്വം, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, നമ്മുടെ പുരുഷന്മാരൊക്കെ ഉണ്ട്. അതിനെക്കാട്ട് വളരെ സോഷ്യലായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. എനിക്ക് അവരെയൊക്കെ അറിയാം. എല്ലാ പുരുഷന്മാരെയൊന്നും കാടടച്ച് ഞാൻ വെടിവെക്കുന്നില്ല. നല്ലവരുണ്ട്. പക്ഷെ നല്ലവരുടെ ആശയം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം, പേസ് നമ്മുടെ ഈ ഇന്ത്യയിലെ സംസ്കാരത്തിൽ അവർക്ക് അനുവദിക്കുന്നില്ല. അതിൻ്റെ ഒരു പീഡനം അത്തരം ആളുകൾ, പുരുഷന്മാരായിട്ടുള്ള ആളുകളും അനുഭവിക്കുന്നുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കത് മനസ്സിലാവും. പക്ഷേ ഈ സ്ത്രീ എന്നുള്ളത് എപ്പോഴും തമസ്കരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇവിടെ ശരിക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെ കൂടുതൽ ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ചരിത്ര സമയം, ഇപ്പോൾ 1920 ആദ്യത്തെ ഒരു സ്ട്രൈക്ക് നടക്കുന്നത്. 1920 നടന്ന സ്ട്രൈക്കിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമാണ് വിളിച്ചത്. ഞങ്ങൾക്ക് ഭക്ഷണം വേണം, വിഭവം വേണം, ഭൂമി വേണം, ഡ്രസ്സ് വേണം, ആനുകൂല്യം വേണം, ഇതൊന്നും വിദ്യാഭ്യാസം വേണമെന്നല്ല, ഞങ്ങൾക്ക് കുറച്ച് സമയം ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമാണ് 1920 നടക്കുന്ന സമരത്തിനകത്ത് വിളിക്കുന്നത്. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ആ സമരത്തിനകത്ത് പങ്കെടുത്തത് സ്ത്രീകളായിരുന്നു. 1920 ആ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് സ്ത്രീകളായിരുന്നു ശരിക്കും. അപ്പോൾ ആ സ്ത്രീകൾ അന്ന് വളരെ ശക്തമായിട്ട് സമരം ചെയ്തുകൊണ്ട് വന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ കേരള ചരിത്രത്തിൽ അത് അടയാളപ്പെടുത്തപ്പെട്ടില്ല? ഓരോ സമയത്തും സ്ത്രീകൾ അങ്ങനെ വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ തമസ്കരിക്കുകയോ ഇല്ലാണ്ടാക്കുകയും ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മേൽക്കോയ്മയുടെ ഒരു ആവശ്യം, ഇവരൊരു
ഇത്തരം വേദികളിലൊന്നും ഇവർ കടന്നു വരരുത്. ഇവരെപ്പോഴും അങ്ങനെ പോയ ഇവർക്ക് ഇപ്പം നിരന്തരമായിട്ട് ആധിപത്യം സ്ഥാപിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ പേസും അധികാരവും അതിനൊരു വിഹിതം പോയാൽ അത്രയാൾ പുറത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ അവരൊരാളും പുറത്തു പോകാതെ ഇതിനകത്ത് തന്നെ അട്ടയെ പോലെ കടിച്ചു പിടിച്ച് നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഈ വിഭാഗത്തെ എക്കാലത്തും സംസ്കരിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങനെ ഒരു സാമൂഹിക വ്യവസ്ഥിതി വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു സംഭവം. പക്ഷേ ഇതിനൊക്കെ സ്ത്രീകൾ തിരിച്ചറിഞ്ഞ് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് വരേണ്ട ഒരു കാലഘട്ടമൊക്കെ എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും വരാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത്. ലോകത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളാണ് ലോകത്തെ നിലനിർത്തുന്നത്, നിർമ്മിക്കുന്നത്, ഇനി വരുന്ന സംവിധാനത്തെ നിർത്തുന്നതും സ്ത്രീകൾ മാത്രം. അത് ഞാൻ ഏത് വേദിയിലും കട്ടൻഡറായിട്ട് പറയും. കാരണം പ്രത്യുൽപാദന ശേഷിയുള്ളത് സ്ത്രീകൾക്കാണ്. സ്ത്രീകളുള്ളത് കൊണ്ടാണ് ഒരു ഗ്രാമം ഉണ്ടാകുന്നത്, ഒരു വാർഡ് ഉണ്ടാകുന്നത്, ഒരു സമുദായം ഉണ്ടാകുന്നത്, ജില്ല ഉണ്ടാകുന്നത്, സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. ഇത് മൊത്തം സ്ത്രീകളുള്ളത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കേണ്ടത് സ്ത്രീകളായിരുന്നു. അവർ തന്നെ ചരിത്രം അതാണ് പറയുന്നത്. പക്ഷേ ചരിത്രത്തിൽ ഒരു പരിസരത്ത് പോലും ഇവരെ എത്തിക്കുകയോ അടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതിനൊക്കെ ഒട്ടനവധി സ്വാർത്ഥതയും മറ്റു ചില കാരണങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതിനെ തിരിച്ചറിയാൻ നമ്മുടെ ആളുകളും വൈകിപ്പോയി എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ ദൗർബല്യം എന്നാണ് എനിക്കിതിനകത്ത് പറയാം. ഈ നിലവിലെ വ്യവസ്ഥിതിയോടൊക്കെ പോരാടിയും കലഹിച്ചും നടക്കുന്ന സ്ത്രീകളെ, അത് ആദിവാസി അല്ലെങ്കിൽ ഏത് വിഭാഗം എന്നില്ല, എല്ലാ വിഭാഗം സ്ത്രീകളും നേരിടുന്നത് വെടക്കായ അല്ലെങ്കിൽ സ്ലട്ട് ഷേമിങ്, സെക്സ് വർക്ക് എന്നൊക്കെയുള്ള രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള രാത്രികാലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ അത്തരത്തിലുള്ള മോശമായ വാക്കുകളും അവഹേളനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അതിനെ എങ്ങനെയാണ് മറികടന്നത്? എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പല പെൺകുട്ടികൾക്കും അതൊരു ഊർജ്ജമാണെന്ന് തോന്നുന്നു അതിനെ. ഇല്ല, ഇതിനകത്ത് ഇപ്പോൾ സ്ത്രീകളും തമ്മിലുള്ളതിൻ്റെ പേര് സെക്സ് വർക്ക് എന്ന് പറയുന്നില്ലല്ലോ. പുരുഷനും സ്ത്രീയും ചേർന്നതിൻ്റെ പേരാണ് സെക്സ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷൻ മാത്രം അവിടെ ഇല്ലാതാവുകയും സ്ത്രീക്ക് മാത്രം പേരുണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ വേശി എന്ന് സ്ത്രീനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുരുഷൻ അതിനെക്കാട്ടും വേശിയാണ്. കാരണം ഒരു സ്ത്രീയും ഇങ്ങനെ സെക്സ് വർക്കിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകുന്നതല്ല. ഇപ്പോൾ എനിക്ക് ഒത്തിരി സ്ത്രീകളെ അറിയാം. ഞാൻ ഈ ജയിലിലൊക്കെ കിടക്കുമ്പോൾ ഇത്തരം ആളുകളായിട്ട് കുറേ ആളുകളായിട്ട് എനിക്ക് ഇപ്പോഴും കൂട്ടുപോലും ഉണ്ട്, അത്തരം ആളുകളായിട്ട്. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാതെ അവരിങ്ങനെ ഒരു അവസരത്തിൽ കെണിയിൽ പെടുത്തിയിട്ട് പിന്നെ ഇതിൽ നിന്ന് മോചനമുണ്ടാക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഈ മനോഭാവത്തിൽ ഈ കണ്ണിലൂടെ അവർ വീണ്ടും കാണുന്നതുകൊണ്ട് അവർ വീണ്ടും ആ സംഭവത്തിലേക്ക് വഴുതി പോകേണ്ടി വരുന്നു. അപ്പോൾ അവിടെ ശരിക്കും പുരുഷനാണ് പക്ക വേശി, മോശമായിട്ടുള്ള ആൾ പുരുഷനാണ്, അവനാണ് ഇത് മൊത്തം ചെയ്യുന്നത്. എന്നിട്ട് അവൻ്റെ പേര് പോലും ആ പരിസരത്ത് പരാമർശിക്കുന്നില്ല. ഞാൻ എൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീനെ വേശി എന്ന് വിളിച്ചാൽ അതിൽ 100% ശക്തമായിട്ട് വിളിക്കേണ്ടത് പുരുഷനെയാണ്. ഇതിൽ അവരുടെയും പങ്കുണ്ട്, ഈ സ്ത്രീകളുടെ മാത്രം ഇങ്ങനെ ഒരു പങ്കുണ്ടല്ലോ. ഇത് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ സ്ത്രീ ശരിക്കും ഈ പൊതുസമൂഹത്തിലും മനുഷ്യരുടെ മുമ്പിലും വരാതെ സ്ത്രീ പിന്നാമ്പുറത്തേക്ക് ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒതുങ്ങി പോകാനുള്ള ഒരു വാചകമായിട്ട് ഇതിനെ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഒതുങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം നടപ്പിലാക്കി കൊടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറരുത്. ശരിക്കും അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മാറരുത്. ഈ സമൂഹത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്വവും ബാധ്യതയും ഒക്കെ ഉണ്ട്. എല്ലാ സംഭവം ഇപ്പോൾ ഈ പ്രകൃതിയിൽ ഉള്ള ഒരു വ്യവസ്ഥിതിയാണ്. ഇപ്പോൾ ആർത്തവത്തെക്കുറിച്ച് പറയുന്നു. ആർത്തവം ലോകത്തിൻ്റെ അടയാളമാണ്. ആർത്തവം എന്ന് പറയുന്നത്, ആർത്തവം ശരിക്കും അതൊരു അനുഗ്രഹമാണ്, പ്രകൃതിയുടെ ഒരു അനുഗ്രഹം. ആർത്തവം ഉള്ളത് കൊണ്ടാണ് ഈ മനുഷ്യന്മാരത്രയും ഉണ്ടായത്. ഇപ്പോൾ ഒരു ആർത്തവമില്ലാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ കുട്ടി ഗർഭം ധരിക്കുന്നില്ല. ആർത്തവമുള്ള പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴാണ് ആ കുട്ടി ഗർഭം ധരിച്ച് 2-3 കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിന് സംഭാവനയായിട്ട് നൽകുന്നത്. ഇല്ലല്ലോ. അപ്പോൾ ആർത്തവം ഒരു അനുഗ്രഹമാണ്, അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്, അത് ഏറ്റവും അന്തസ്സുള്ള കാര്യമാണ്. അതിനെ അങ്ങനെ ഫോക്കസ് ചെയ്യണം. ആർത്തവം ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് മനുഷ്യരുള്ളത്, അതില്ലെങ്കിൽ മനുഷ്യരില്ല. ഈ എന്തൊക്കെയോ വിവരക്കേട് മനുഷ്യരിങ്ങനെ വിളിച്ചു പറയാ. ഇതൊക്കെ താത്വികമായിട്ട് ഉള്ളറകളിൽ ചെന്ന് അന്വേഷിച്ച് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മനസ്സിലാക്കണം. ആർത്തവവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ്റെ ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ആർത്തവ
ആർത്തവ അശുദ്ധി എന്നുള്ളത് ഇല്ല എന്നാണല്ലോ താങ്കൾ വിശ്വസിക്കുന്നത്. ശബരിമല വിഷയം എന്ന് പറയുന്നത് ആർത്തവവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ഒരു വലിയൊരു അടിച്ചമർത്തൽ അധിനിവേശ സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിനെതിരെ ഇവിടുത്തെ കേരള സർക്കാർ നിലകൊണ്ടപ്പോഴൊക്കെ, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് ആദ്യഘട്ടം നിലകൊണ്ടെങ്കിലും പിന്നീട് എല്ലാവരും വോട്ട് ഭയന്ന് മാറി എന്താ പറയുക, പുരോഹിത വർഗത്തിനെ പേടിച്ചുകൊണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പിന്തിരിപ്പൻ നിലപാടെടുത്ത ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അവർ അതിനു വേണ്ടി ഈ പറഞ്ഞതുപോലെ തേങ്ങ എറിഞ്ഞും അതുപോലെ അയ്യപ്പന്മാരടക്കി അതിന് ശരിക്കും ആ ഒരു അമ്പലത്തിനെയും ഒക്കെ മൊത്തത്തിൽ രാഷ്ട്രീയവൽക്കരിച്ചു. അതൊരു രാഷ്ട്രീയ ആയുധമാക്കി. ആ തരത്തിൽ സ്ത്രീവിരുദ്ധമായ നിലപാടെടുത്തിട്ടുള്ള BJP യുടെ കൂടെയുള്ള NDAയുടെ ഭാഗമാണല്ലോ താങ്കൾ. അപ്പം എനിക്ക് അതിൽ താങ്കളുടെ ഒരു ടേക്ക് അറിയേണ്ടതുണ്ട്, എൻ്റെ ഒരു ക്ലാരിറ്റി. ഞാൻ NDAയിൽ ഒരു ഘടക കക്ഷിയാണ്. എനിക്ക് ഏത് മുന്നണിയിൽ പോയാലും എൻ്റേതായിട്ടുള്ള അഭിപ്രായവും തീരുമാനവും ഉണ്ട്. അത് ഏതെങ്കിലും ഒരു കക്ഷിയിൽ പോയതുകൊണ്ട് എൻ്റെ അഭിപ്രായം, എൻ്റെ വ്യക്തിത്വം, എൻ്റെ അസ്തിത്വമൊന്നും ഞാൻ മാറ്റില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു നിലപാടും തീരുമാനമുണ്ട്. പൊളിറ്റിക്കൽ നിലപാട് എടുക്കുമ്പോഴും അതുണ്ട്. അത് കീപ്പ് ചെയ്ത് തന്നെയാണ് ഞാൻ പോയത്. ഞാൻ ഏതൊരു വിഭാഗത്തിന് കൂടെ പോകുമ്പോൾ അതാകാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. ഞാനായി നിന്നുകൊണ്ട് തന്നെയാണ് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് അറിവില്ലായ്മയുടെ പ്രശ്നമാണ് ശരിക്കും അത്തരം ഒരു സംഭവത്തിലേക്ക് വരുന്നത്. അറിവില്ലായ്മ. അപ്പോൾ അത് അങ്ങനെ അറിവില്ലായ്മ, ഇത് അങ്ങനെ ഒരു മോശം സംഭവം അല്ല ശരിക്കും. അതങ്ങനെയാണെങ്കിലല്ലേ അതിന് പറയേണ്ടത്. ഇപ്പം എല്ലാവരും പൊളിറ്റിക്കലായിട്ട് ഏത് പറഞ്ഞാലാണ് ഇവിടെ പൊളിറ്റിക്കലായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ആലോചന നടത്തുന്നതിൻ്റെ ഇടയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ വരാം. അതതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ആർത്തവം അയിത്തോ അല്ല. അത് ആരുടെ മുമ്പിലും എനിക്ക് വെല്ലുവിളിച്ച് പറയാൻ പറ്റും. ആർത്തവമാണ് ഈ സമൂഹത്തെ നിർണ്ണയിക്കുന്നത്, ഈ സമൂഹത്തിനെ നിലനിർത്തുന്നത്, സംവിധാനത്തെ നിലനിർത്തുന്നത്, ഈ മുഴുവൻ വികസനത്തിൻ്റെ ഒക്കെ അടിസ്ഥാന അടയാളം ആർത്തവമാണ്. അതുകൊണ്ട് അതൊരു അയിത്തമല്ല, അതൊരു അഭിമാനമാണ്, അതൊരു അന്തസ്സാണ്, അതൊരു ആധികാരികതയാണ്. അതിനെ അങ്ങനെ വേണം നമ്മൾ തിരിച്ചറിയാൻ. പുതിയ കാലത്ത് ഈ അമ്പലങ്ങളെ, ക്ഷേത്രങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. അപ്പം താങ്കൾ എഴുതിയ ആത്മകഥയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത്, എത്രത്തോളം ഈ എന്താ പറയുക, ദൈവം എന്ന് പറയുന്നത് ചൂഷണോപാധിയാണ്, അല്ലെങ്കിൽ ആദിവാസികളെ ചൂഷണോപാധിയാണെന്നുള്ളതിന് വള്ളിയൂരമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ആദിവാസികളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുക, അടിമയായി നിന്നുകൊള്ളാം എന്നുള്ള രീതിയിൽ. അപ്പം ഇപ്പോഴത്തെ നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പല നിലപാടുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ദൈവങ്ങളെയും ക്ഷേത്രങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ രീതികളുണ്ട്. അതൊരു ചോദ്യമാണ്. അതോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഈ വള്ളിയൂരമ്മയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള സത്യം ചെയ്യൽ രീതികളുണ്ടല്ലോ, ഇപ്പോഴും അതൊരു ആദിവാസികൾക്കിടയിൽ ഒരു ചൂഷണോപാധി തന്നെയായിട്ടാണോ നിലനിൽക്കുന്നത്, അതോ മാറിയോ? ഇപ്പോൾ അതിനെയൊക്കെ മറികടന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 70കളിൽ അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. 1957 ഇടതുപക്ഷം വന്നപ്പോൾ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാനൊക്കെ കൂടെ നിന്നത്. ഇപ്പോൾ ഞാനൊക്കെ ഈ തൊഴിലാളിയിൽപ്പെട്ട ആളാണല്ലോ ആ വ്യവസ്ഥയിൽ വെച്ചിട്ട്. അപ്പോൾ അവർ 57 അധികാരത്തിൽ വന്നിട്ടും ഈ അടിമ വ്യവസ്ഥിതി അവർ നിർത്തിയില്ല. 1970 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ജിയോ വരുന്നുണ്ട്. ആ ജിയോയിലാണ് ഈ അടിമ കച്ചവടം നിർത്തിയത്. അടിമത്തം പല സ്ഥലത്തും പല രീതിയിലും പുതിയ സ്വഭാവത്തിലൊക്കെ അത് പല രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് പോയിട്ടൊന്നുമില്ല. സ്ത്രീകളെ നിർത്തുന്നത് തന്നെ ഒരു വലിയ അടിമത്തത്തിൻ്റെ അടയാളമാണ്. അവരെ മുൻനിരയിലേക്ക് വരുത്താതെ നിർത്തുന്നത് അതൊരു അടിമത്തവും അന്ധവിശ്വാസവും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിർത്തുന്നത്. അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളത് അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ അടിമക്കച്ചവടം ശരിക്കും ഇല്ല, അത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ 1970 ഈ ജിയോ വന്നതോട് കൂടിയിട്ടാണ് അത് നിൽക്കുന്നത്. അതിനു മുമ്പ് അത് നിർത്തിയിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അന്ന് അതിനു വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് സമരം ചെയ്ത ഒരാൾ വർഗീസാണ്. വർഗീസ് മരിക്കുന്ന വർഷമാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ നേരിൽ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളും കാരണവന്മാരൊക്കെ ഈ തൊഴിലാളികളുടെ ഈ അടിമകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഒരാളെ അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് നെക്സ്ലേറ്റ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് അദ്ദേഹം പോകുന്നത്. അയാൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും വയനാടിൻ്റെ മേൽനോട്ടക്കാരനുമായിരുന്നു ആ സമയത്ത്, 70കളിൽ. അപ്പോൾ അങ്ങനെ മാറ്റി
അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനമാണെങ്കിൽ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന വർഗീസിനെ പോളിറ്റ് ബ്യൂറോയിൽ മെമ്പറാക്കുന്ന പണിയല്ലേ അവർ ചെയ്യേണ്ടത്. അതിന് പകരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പണിയെടുത്തു. അപ്പോൾ അവരുടെ അജണ്ട അതല്ലായിരുന്നു എന്ന് ഈ ഒറ്റ സംഭവത്തിന് മാത്രം നമ്മളൊന്ന് വിശകലനം ചെയ്താൽ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും. നമുക്ക് 10:15 മുതൽ 11:15 വരെ സമയമുണ്ട്. അപ്പം ഇനി ആളുകൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ തോന്നും. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കോവിഡിന് ശേഷം ഒരുപാട് വ്ളോഗേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് യാത്രകൾ ചെയ്യാനും എല്ലാവരും യാത്രകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും കാട്ടിലാണെങ്കിലും ഒത്തിരി പേരിപ്പോൾ കടന്നു കയറി വരുന്നുണ്ട്. അതായത് വ്ളോഗേഴ്സ് തന്നെ ഒത്തിരി സ്ഥലങ്ങൾ, പലരും കയറി ചെല്ലാത്ത സ്ഥലങ്ങൾ, കാട്ടിലാണെങ്കിലും നാട്ടിൻപുറങ്ങളാണെങ്കിലും പലരും അറിയാത്ത സ്ഥലങ്ങളും പോകാൻ പാടാത്ത സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കടന്നുകയറ്റം കൊണ്ട് ഒരുപാട് പേര് ഈ സ്ഥലങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. പിന്നെ ഈ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത്, ഞാൻ പാലക്കാടുകാരിയാണ്, അപ്പോൾ ഈ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് ഒരുപാട് പേര് കേട്ടറിഞ്ഞ് സോഷ്യൽ മീഡിയ കേട്ടറിഞ്ഞിട്ട് കണ്ടിട്ടുമായിട്ട് കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പല സ്ഥലങ്ങളും അവർ പ്ലാസ്റ്റിക് വേസ്റ്റ് എറിഞ്ഞിട്ടും അവർ നല്ല രീതിയിൽ സംരക്ഷിക്കാതെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇതുപോലുള്ള വ്ളോഗേഴ്സിൻ്റെ ഒക്കെ കടന്നുകയറ്റം കാടിനും അല്ലെങ്കിൽ നാടിനും ഒരു ഭീഷണിയായിട്ട് തോന്നിയിട്ടുണ്ടോ? വളരെ കൃത്യമായിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഈ ചെയ്യുന്ന ആളുകൾ ആരാന്നറിയോ? വിദ്യാഭ്യാസവും വിവരവും പൊളിറ്റിക്കൽ ബോധവും സാമൂഹിക ബോധവും ഉണ്ടെന്ന് പറയുന്ന ആളുകളാണ് ഇത് മൊത്തം ചെയ്യുന്നത്. ആദിവാസികളാരും കാട്ടിലൊരു കവർ കൊണ്ടുപോയി ഇടുന്നില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ആ പരിസരത്ത് ഒന്നും മോശമാക്കുന്നില്ല. ഇത് വിവരം ഉണ്ടെന്ന് പറയുന്ന ഈ ആളുകളാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു വലിയ ബോധവൽക്കരണം നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ കാണാനുള്ള അവകാശം എല്ലാ സ്ഥലത്തും പോയി ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ, പക്ഷേ അവിടെ അത് നശിപ്പിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകളാണ് ഇത്തരം ആളുകൾ. അവർ സാംസ്കാരികപരമായിട്ടേ അവരുടെ ഇടപെടൽ ആ തലത്തിൽ നടത്തേണ്ടതാണ് ശരിക്കും. അതിപ്പോൾ കാടുകളിലൊക്കെ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിട്ട് നശിപ്പിക്കരുത്. അത് വലിയ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത്തരം സംഭവം ആ രീതിയിൽ പരിഗണിക്കപ്പെടണം എന്നതിന് ഇപ്പോൾ നമ്മളൊരു വികസന സംവിധാനം നടത്തുന്നത് ഒരു പ്രദേശത്തെ, അവിടെ പ്രത്യേകിച്ചും അവിടുത്തെ മനുഷ്യരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അങ്ങനെ ഓരോ സംഭവം നടത്തുമ്പോഴും അവർക്ക് അവരുടെ ജീവിതത്തിന് പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന സംവിധാനം നമ്മൾ നടത്തണം. ഏത് പ്രദേശത്ത്, ഈ ജീവികളുള്ള ഒരു പ്രദേശത്താണെങ്കിൽ ജീവികൾക്ക് സുലഭമായിട്ട് ജീവിക്കാനുള്ള അവരുടെ പരിഗണനയും താത്വികമായിട്ടുള്ള അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതിനൊക്കെ തടസ്സപ്പെടുത്തുമ്പോഴാണ് അത് നമുക്കൊരു തിരിച്ചടിയായിട്ട് വരുന്നത്. അതുകൊണ്ട് അത്തരം സംഭവം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അതിന് ആദ്യം നമ്മളാണ് നന്നാവേണ്ടത്, നമ്മൾ ഓരോരുത്തരും. നമ്മൾ നന്നായാൽ സമൂഹം നന്നായി. നമ്മൾ നശിക്കും തോറും സമൂഹം നശിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദ്യമായിട്ടല്ല. ഈ സാധാരണ നമ്മുടെ ആധുനിക സമൂഹം ഈ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം, അങ്ങനെ പിന്നീട് ഉയർന്ന തലങ്ങളിലേക്ക് വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നു. കലാലയങ്ങൾ ഉണ്ടാകുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇത്രയും നേരം CK ജാനു എന്ന് പറയുന്ന പ്രാഥമിക വിദ്യാഭ്യാസം പോലും ആ നിലയിൽ കിട്ടാതിരുന്ന ഒരാൾ സെൽഫ് മെയ്ഡായി UN വരെ എത്തി ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ജീവിതത്തിൻ്റെ നിരീക്ഷണങ്ങൾ കരിപ്പിടിപ്പിച്ചെടുത്തു. എല്ലാത്തിനെക്കുറിച്ചും, അത് സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും കാടിനെ സംബന്ധിച്ചാണെങ്കിലും പരിസ്ഥിതിയെക്കുറിച്ചാണെങ്കിലും ഒക്കെ വ്യക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ അറിവിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നതിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്താണ്? യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്നതോടൊപ്പം തന്നെ CK ജാനുവിനെ പോലുള്ളവരുടെ ഇത്തരത്തിലുള്ള ആ ഒരു ബൗദ്ധികമായ വളർച്ച എങ്ങനെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാതിരുന്ന CK ജാനു എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് ഓരോ ദർശനങ്ങളെയും ജീവിതത്തെയും നിരീക്ഷിച്ചെന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മളടക്കമുള്ളവർക്ക് കിട്ടാത്ത ജീവിത നിരീക്ഷണം എങ്ങനെ കിട്ടിയെന്നറിയാനുള്ള ഒരു കൗതുകവും ആകാംക്ഷയുമാണുള്ളത്. അത് ഈ പ്രകൃതിയിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം,
അങ്ങനെയുള്ളൊരു സംഭവം വന്നത്. പ്രകൃതിയിലുള്ള മുഴുവൻ സംഭവവും മനുഷ്യരെയും ജീവജാലങ്ങളെയൊക്കെ അവർക്ക് ഈ പ്രകൃതിയിൽ ജീവിക്കാൻ അവകാശം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമുക്കിതൊക്കെ ശരിക്കും ഉൾക്കൊള്ളാനും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി ഇതിനെന്താണ് ദോഷമായിട്ട് വഹിക്കുന്നത്, എന്താണ് അതിന് അനുകൂലമായിട്ട് വഹിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സ്വയമേ ഒരു അന്വേഷണം നടത്താറുണ്ട്. അത് നടത്തിയിട്ടാണ് ഞാൻ എല്ലാ കാര്യത്തിലും ഇടപെടുന്നതും. അവിടെ ദോഷമായിട്ട് നമ്മൾ മുഖേന ദോഷമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ അവിടെ കട്ട് ചെയ്യും. അത് പിന്നെ അതിനെ രണ്ടാമതൊന്നും ആലോചിക്കാൻ പോലും നിൽക്കാറില്ല. അത് പ്രയോജനമാണെന്ന് കണ്ടാൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോവുള്ളൂ. അപ്പോൾ ഇതൊന്നും ശരിക്കും നമ്മുടെ ക്ലാസ് റൂമുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമൊന്നുമല്ല. ഇപ്പോൾ ക്ലാസ് റൂമിൽ കിട്ടുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒരുപാട് കൂടുതൽ പുറത്തുനിന്നാണ് കിട്ടുക. അപ്പോൾ ക്ലാസ് റൂമിലുള്ള വിദ്യാഭ്യാസം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ലാസ് റൂമിലെ വിദ്യാഭ്യാസം ആവശ്യവും അത്യാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ പുറത്തുള്ള വിദ്യാഭ്യാസം അതിന് കൂടെ നിർത്താനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാകാൻ പറ്റും. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ സംവിധാനത്തിനെയും ഉൾക്കൊള്ളുന്ന, മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കുന്ന, പ്രകൃതിൻ്റെ നാശം മനസ്സിലാക്കുന്ന, നീരുറവകൾ ഇല്ലാതെ ആവുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല മനുഷ്യരായിട്ട് നമുക്കൊക്കെ തീരാൻ പറ്റും. നേരത്തെ പറഞ്ഞു, ഈ വലിയ ലോകത്ത് ചെറിയൊരു ജീവിതമാണ് നമുക്കുള്ളത്. നമ്മളുടെ ജീവിതം, ഓരോരുത്തരുടെ ജീവിതവും ഒരു അടയാളമാണ്. അത് ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തിയിട്ട് വേണം അവസാന ഘട്ടത്തിൽ നമ്മൾ പോകാൻ. നമ്മളുടെ ഭൂരിഭാഗം ആളുകളും ഈ അടയാളപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പണിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അടയാളപ്പെടുത്താനുള്ള അവസരം ഇവിടെയുണ്ട്. അതാരും സ്വീകരിക്കുന്നില്ല എന്നൊക്കെ രണ്ടാമത്തെ വിഷയം. ഞാനത് അടയാളപ്പെടുത്തുമെന്ന് തീരുമാനിക്കുന്ന മനസ്സാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അതുണ്ടായാൽ ഈ കാര്യത്തിനൊക്കെ പരിഹാരം ഉണ്ടായി. സാറ് ചോദ്യം ചോദിച്ചിട്ട് ഇമോഷണലായി. ഹായ്, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരു ഒപ്രസ്ഡ് സെക്ഷനെ ഏറ്റവും വേണ്ടിയത് റെപ്രസെൻറ്റേഷനാണ്. അതിനുവേണ്ടിയാണ് ഈ റിസർവേഷൻ ത്രൂ ഒക്കെ നമ്മൾ ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ റെപ്രസെൻറ്റേഷൻ മാത്രം മതിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രസിഡൻറ്റ് മിസ് ദ്രൗപദി മുർമു ഒരു ആദിവാസി വുമണാണ്. പക്ഷേ പുള്ളിക്കാരിയെ എലക്ട് ചെയ്തത് റെപ്രസെൻറ്റേഷന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് ടോക്കണിസത്തിന് വേണ്ടിയാണോ എന്നൊരു കംപ്ലയിൻറ്റ് റൂളിംഗ് ഗവൺമെൻറ്റിൻ്റെ മേളിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? ഇല്ല, എല്ലാവരും എല്ലാ സംവിധാനത്തിനകത്ത് ഈ പൊളിറ്റിക്സിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതിനകത്ത് പൊളിറ്റിക്സിന് നേട്ടം ഉണ്ടാക്കുന്ന എന്തു പേരാണോ ഉള്ളത് ആ പേരിൻ്റെ അതിൻ്റെ എന്ത് ചീത്തവശം ഉണ്ടെങ്കിലും അതിനൊന്നും പരിഗണിക്കാതെ അതിന് സ്വീകരിക്കപ്പെടുന്നുണ്ട്. അത് പൊളിറ്റിക്കൽ മേഖലയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ശരിക്കും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അത്തരൊരു സംഭവം. അങ്ങനെ വരുമ്പോൾ അത് ആ പൗരനെ പ്രയോജനപ്പെടുത്തി ബാക്കിയുള്ളവർക്കും കൂടെ അതിൻ്റെ വിഹിതം കൊടുക്കുന്നിടത്ത് ഇടപെടേണ്ടത് നമ്മളാണ്. ശരിക്കും അതിൽ ആരാണോ അവിടെ വരുന്നത്, അയാൾക്ക് വരുന്നത് ഇപ്പോൾ അയാൾക്ക് കൂടുതൽ വിദ്യാഭ്യാസവും അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ള ആളുകളിലേക്ക് ആ വിഹിതം കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. എല്ലാവരും ശരിക്കും ആ വിഹിതം കൊടുക്കാറില്ല. അത് തന്നിലേക്ക് എങ്ങനെയാണ് ഒതുക്കുക, അടുപ്പിക്കുക എന്നുള്ളതിലേക്കാണ് ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ വരണം. ഇപ്പോൾ എന്നെയൊക്കെ ഒരു കാലത്ത് ഇത്തരം സംഭവത്തിൽ പരിഗണിക്കില്ല എന്ന് എനിക്ക് ഇപ്പോഴേ അറിയാം. അങ്ങനെ ഒരു സംഭവം വന്നാൽ ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു സംവിധാനവും നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു സംവിധാനമൊക്കെ വേറെയാണ്. ശരിക്കും അത് ആ രീതിയിൽ തന്നെ പ്രതിഫലിക്കുക. അവിടെ എന്താണോ എന്നൊക്കെ അത് രണ്ടാമത്തെ വിഷയം. ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. അതെന്താവും എന്നുള്ളത് രണ്ടാം വർഷം. ഇപ്പോൾ ഞാനൊക്കെ ഈ സമരത്തിന് പോകുമ്പോൾ അടികൊള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. സമരം ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ വിഷയമാണ്. അതാവശ്യം എന്താണോ എന്നുള്ളത് നോക്കി. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, അങ്ങനെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും അങ്ങനെ കാണണം. എല്ലാ സംവിധാനത്തിലെയും അങ്ങനെ കാണേണ്ട ഒരു സംഭവമുണ്ട്. അങ്ങനെ കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത്തരമൊരു സാഹചര്യം വരുന്ന ആളുകൾ വളരെ സജീവമായിട്ട് സംജാതമാവട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നല്ല ചോദ്യം, ആത്മാർത്ഥമായ ഉത്തരം. ഇനി ചോദ്യങ്ങളുണ്ടോ? ഉണ്ടോ? എനിക്ക് പ്രകൃതിയെക്കുറിച്ചല്ലേ, പ്രകൃതിയെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് ഞാനിവിടെ പാടാം. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രകൃതിയിൽ സംഭവിച്ചത് എന്താണെന്ന് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നു. നല്ലൊരു എൻഡിങ് ആവട്ടെ.
ഞാൻ ഇപ്പോൾ പ്രകൃതിയെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്തത്. എനിക്കങ്ങനെ കവിതയൊന്നും എഴുതാൻ അറിയില്ല. ആ കവിതയിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ മാറ്റാം. പ്രകൃതിയെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഞാനവിടെ എനിക്ക് പാടാനൊന്നും അറിയില്ല, ഞാൻ പറയാം. ഞാൻ അത്യാവശ്യം ഞാൻ ഈ കവിതയൊക്കെ എഴുതുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? അത് ശരിക്കും പറയരുത്, എനിക്കറിയാം, പക്ഷെ പറയും. അതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, അക്ഷരം അറിയാത്ത ഒരു ആദിവാസി പെണ്ണായിട്ടുള്ള എനിക്ക് കവിത എഴുതാൻ പറ്റുമെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഒരു 100,000 കവിത എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കണമായിരുന്നു. കാരണം അത്രയധികം കഴിവും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ പ്രകൃതിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കവിത ഞാനിവിടെ പറയാം. അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇപ്പോൾ ആ കവിത എൻ്റേതാണെന്നുള്ള ആധിപത്യമൊന്നും ഞാൻ സ്ഥാപിക്കുന്നില്ല. അത് അന്തരീക്ഷത്തിൻ്റെ വിഹിതമാണ്. അതിനകത്ത് ഞാനൊരു ചെറിയ ഇടപെടൽ നടത്തി, അത്രയേ ഉള്ളൂ. അതിനങ്ങനെ കണ്ടാൽ മതി. ഞാൻ എഴുതിയ കവിത ഈ പ്രകൃതിയെക്കുറിച്ചാണ്. പ്രകൃതിയിൽ പൂക്കുന്ന പൂക്കളിന്നില്ല, പൂക്കൾ വിതറും സുഗന്ധമില്ല. കരളെരിയും കാടിൻ്റെ കാഴ്ചകൾ മാത്രം, കരളെരിയും കാടിൻ്റെ കാഴ്ചകൾ മാത്രം. കാട്ടരുവി ചോലയിലെ നീരുറവ പറയുന്നു കാട്ടാറിൻ പതനത്തിൻ കഥന കഥ. കാട്ടരുവി ചോലയിലെ നീരുറവ പറയുന്നു കാട്ടാറിൻ പതനത്തിൻ കഥന കഥ. വൻമര ചില്ലകൾ ആടിയുലയുന്നു, മണ്ണിൻ്റെ മാറിടം പൊട്ടിപ്പിളരുന്നു. അടിവേരുവെട്ടുന്ന അന്തകാ നീ നിന്റെ അസ്ഥിവാരത്തിൻ്റെ അകക്കുഴി തോണ്ടുന്നു. അടിവേരുവെട്ടുന്ന അന്തകാ നീ നിന്റെ അസ്ഥിവാരത്തിൻ്റെ അകക്കുഴി തോണ്ടുന്നു. അരുവികൾ പൂഞ്ചോല നീരുറവ വറ്റുന്നു, മണ്ണിൻ്റെ മാറിടം മണ്ണിൻ്റെ രക്തഞരമ്പുകൾ പിടയുന്നു. ഭൂഗർഭഊഷ്മാവിനുദരത്തിലുടയുന്നു, മലനിരകൾ മായുന്നു, മരങ്ങൾ മരിക്കുന്നു. മനുഷ്യ നീ എന്നും അർത്ഥശൂന്യൻ, മനുഷ്യ നീ എന്നും അർത്ഥശൂന്യൻ. അർത്ഥങ്ങളില്ലാത്ത ആദർശമില്ലാത്ത ആയുസ്സുമില്ലാത്ത ചാവുപിള്ള. അർത്ഥങ്ങളില്ലാത്ത ആദർശമില്ലാത്ത ആയുസ്സുമില്ലാത്ത ചാവുപിള്ള. കൂരിരുൾ കോട്ടകൾ കീറി മുറിക്കുന്ന മുനയമ്പുവാകുന്നു നിന്റെ കണ്ണ്. നീ എൻ്റെ പ്രകൃതിയെ ഭസ്മമാക്കി, നീ എൻ്റെ പ്രകൃതിയെ ഭസ്മമാക്കി. പക്ഷികൾ ചിലയ്ക്കുന്നു, പട്ടണം കത്തുന്നു, പക്ഷി സങ്കേതങ്ങൾ സാങ്കല്പ്യമായി. പക്ഷികൾ ചിലയ്ക്കുന്നു, പട്ടണം കത്തുന്നു, പക്ഷി സങ്കേതങ്ങൾ സാങ്കല്പ്യമായി. ജീവജാലങ്ങളാം നിശ്ചല ദൃശ്യത്തിൻ അസ്ഥിപഞ്ജരത്തിനാഴിക്കൂട്ടം. ആർത്തിഭ്രാന്തിൻ്റെ അണിയറയ്ക്കുള്ളിലെ കഠിന ഹൃദയനാം രക്തദാഗി. ആർത്തിഭ്രാന്തിൻ്റെ അണിയറയ്ക്കുള്ളിലെ കഠിന ഹൃദയനാം രക്തദാഗി. നീ എൻ്റെ തലമുറയെ തിന്നു തീർത്തു, നീ എൻ്റെ തലമുറയെ തിന്നു തീർത്തു, നീ എൻ്റെ തലമുറയെ തിന്നു തീർത്തു.
വളരെ മനോഹരമായ ഒരു അവസാനം കൂടിയായിരുന്നു, വളരെ ഊർജ്ജം നൽകുന്ന ഒരു അവസാനം. ഇന്ന് വനിതാ ദിനം കൂടിയാണ്. അപ്പം എനിക്കൊരു കാര്യം കൂടി അടയാളപ്പെടുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതായത് ട്രൗളർ എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ അതിനെ അഭിസംബോധന ചെയ്യുള്ളൂ. കാരണം അടിമ ജാതി അല്ലെങ്കിൽ വിഭാഗം എന്ന് പറയുന്നത് അത് നിങ്ങളിട്ടതല്ല, അത് പുറമെ ഉള്ളവരിട്ടതാണ്. അത് നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടിയോ എന്നുള്ള എനിക്ക് തോന്നി. ഇനി അങ്ങോട്ടേക്കൊരു പോരാട്ടം തന്നെ അതുമായി ബന്ധപ്പെട്ട് നടത്താൻ തോന്നുന്നു. മരുമക്കത്തായ സ്ത്രീകൾക്ക് മാട്രിയാർക്കിക്ക് പവറുള്ള ഒരു ജാതിയായിരുന്നു അത്. അപ്പം ആ ആദിവാസി വിഭാഗത്തിൽ നിങ്ങൾ ചേർന്നിരിക്കുന്ന റെപ്രസെൻ്റ് ചെയ്യുന്നൊരു വിഭാഗം എന്ന് പറയുന്നത് അതുകൂടി ഈ ഒരു പോരാട്ടത്തിൽ ഒരു ഊർജ്ജമായിട്ടുണ്ടാകുമെന്ന് കൃത്യമായി ഞാൻ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് ഈ ഒരു പാട്രിയാർക്കൽ ലോകത്ത്. അപ്പം എല്ലാവർക്കും വനിതാ ദിനാശംസകൾ. ചേച്ചിക്ക് താങ്ക് യു സ്പീക്കേഴ്സ്, നമ്മോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിന്. വയനാട് ഏതാണ് നാട് ഏതാണ് കാട് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോടൊപ്പം സംസാരിച്ചത് ശ്രീമതി CK ജാനു, അതോടൊപ്പം ശ്രീമതി നിലീന അത്തോളി. ഒരു നല്ല കൈയടി കൊടുക്കാം. ഐ തിങ്ക് ഒരുപാട് ആശയങ്ങളാണ് ഇന്ന് വിമൻസ് ഡേയോട് സംബന്ധിച്ച് നമ്മളിവിടെ സംസാരിച്ചത്. നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു മുന്നോട്ട് ഭയമില്ലാതെ പതറാതെ ചലിക്കുവാൻ CK ജാനുവിനെ പോലുള്ള സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പിൻബലം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നല്ലൊരു കൈയടി കൊടുക്കാം. ഐ തിങ്ക് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സെഷൻ. തേവര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സ്നേഹോപഹാരം നൽകുവാൻ വേണ്ടി ബാബു ജോസഫ് സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ സുജിത് സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സുജിത് സാർ ഫെസ്റ്റിവൽ ക്യൂറേറ്റർ, അതോടൊപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേർണലിസം ഹെഡ് കൂടിയാണ്. ഇരുവരെയും മൊമെന്റോ നൽകുവാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ശ്രീമതി CK ജാനു, അതോടൊപ്പം ശ്രീമതി നിലീന അത്തോളി നമ്മൾ മൊമെന്റോ നൽകുകയാണ്. ഒരുപാട് നാളിന് ശേഷം ഒരു വനിതാ ദിനത്തിൽ കേട്ട വ്യക്തിത്വമുള്ള വാക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും വളരെ ഹിപ്പോക്രറ്റിക്കലായിട്ട് വനിതാ ദിനത്തെ അതിൻ്റെ ഉപരിവിപ്ലവമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പല ദിനങ്ങളിലും എന്തോ വളരെ യാദൃശ്ചികത ഉണ്ടായിരുന്നു എന്ന് തുടങ്ങാനായിട്ട് CK ജാനു ഇവിടെ വന്നതിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെയും തേവര കോളേജിൻ്റെയും പേരിൽ ഇരുന്നു. ബെൽവിൻ സാറും ഞാൻ സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക് മൊമെന്റോ നൽകുവാൻ വേണ്ടി. തേവര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ആദ്യ പതിപ്പിൻ്റെ രണ്ടാമത്തെ സെഷൻ നമ്മോടൊപ്പം സംസാരിച്ചത് ശ്രീമതി CK ജാനു, അതോടൊപ്പം ശ്രീമതി നിലീന അത്തോളി.